കേരളത്തിൽ നിന്നും സ്വകാര്യ ഗ്രൂപ്പുകളിൽ ഹജ്ജിനെത്തിയ തീർത്ഥാടകർ ഇപ്പോൾ മദീന സന്ദർശനത്തിലാണ്. ഹറം പള്ളികളിൽ പ്രാർത്ഥനകൾ നിർവഹിച്ചും ചരിത്ര സ്ഥലങ്ങൾ സന്ദർശിച്ചും ഇവർ 8 ദിവസമാണ് മദീനയിൽ താമസിക്കുക. ഹജ്ജിന് മുൻപായി ഇവർ മക്കയിലെത്തും. മക്കയിലെത്തി ഉംറ നിർവഹിക്കുകയും ചരിത്ര സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ചെയ്ത സ്വകാര്യ ഗ്രൂപ്പുകളിലെ മലയാളി തീർത്ഥാടകർ 8 ദിവസത്തെ സന്ദർശനത്തിനായാണ് മദീനയിലേക്ക് പോയിരിക്കുന്നത്. മദീനയിലെ ഹറം പള്ളിയിൽ 40 നേരത്തെ നമസ്കാരം നിർവഹിക്കുക, ചരിത്ര പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യം. സന്ദർശനം പൂർത്തിയാക്കി ഞായറാഴ്ചയോടെ ഈ തീർത്ഥാടകർ മക്കയിലേക്ക് മടങ്ങും. ഹജ്ജിനുള്ള ഒരുക്കങ്ങളുമായി വഴിയിൽ നിന്ന് ഇഹ്റാം ചെയ്ത് റോഡ് മാർഗമാണ് മക്കയിലേക്ക് മടങ്ങുക. മദീനത്തെ റൗള സിയാറയും മദീന സിയാറകളും അതുപോലെ മറ്റ് നടന്ന സിയാറകളൊക്കെ പൂർത്തീകരിച്ച് ഇന്ന് ബദർ സിയാറത്ത് നടത്തി. ഇൻഷാ അല്ലാ അടുത്ത 1-ാം തീയതി ദുൽഹിജ്ജ 5-ന് ഞായറാഴ്ച ഞങ്ങൾ ഹജ്ജിൻ്റെ ഉദ്ദേശവുമായി ദുൽഹുലൈഫയിൽ വെച്ച് ഹജ്ജിൻ്റെ ഇഹ്റാം ചെയ്ത് മക്കയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. മശായിറുകളിൽ മിന, അറഫ, മുസ്തലിഫയിലൊക്കെ ചെന്ന് ഹജ്ജ് പൂർത്തീകരിക്കാനുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങളെല്ലാവരും ഇൻഷാ അല്ലാ ഞായറാഴ്ച മദീനയിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെടുന്നു. കേരളത്തിൽ നിന്ന് ആദ്യമായി ഹജ്ജിനെത്തിയത് സ്വകാര്യ ഗ്രൂപ്പുകളിലെ തീർത്ഥാടകരാണ്. അൽഹിന്ദ് ഗ്രൂപ്പിലെത്തിയ ആദ്യ സംഘം ഇതിനകം മദീനയ്ക്ക് പുറമെ ചരിത്ര പ്രസിദ്ധമായ ബദർ യുദ്ധം നടന്ന സ്ഥലത്തും സന്ദർശനം നടത്തി. ഹജ്ജ് കർമ്മങ്ങൾ ആരംഭിക്കുന്ന ജൂൺ 4-ന് മുമ്പായി ഹജ്ജിനെത്തിയ എല്ലാ തീർത്ഥാടകരും മക്കയിൽ എത്തിച്ചേരും. ജലീൽ കണമകലം, 24 ജിദ്ദ.